സബസ്തി ബന്ധനും നല്ല അജപാലകൻ. മിത്രാഞ്ചലിൽ നിന്ന് പത്യന്തി കിട്ടി പുറപ്പെടുന്ന ഒരിടവക വൈദികൻ തന്റെ ജനത്തെ പരിശീലിപ്പിച്ച് വിശ്വാസത്തിന്റെ വിശുദ്ധ വഴിയിലൂടെ നടത്തി അവരെ സ്വർഗത്തിലെത്തിക്കാൻ കടപ്പെട്ടവനാണ്. കുമ്പസാരത്തിൽ കണ്ടുമുട്ടിയ ഒരാത്മാവിന്റെ ദാഹം ശമിപ്പിക്കാൻ ജോസഫ് വിധത്തിൽ എന്ന വികാരി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു. വ്യത്യസ്തമായ ആത്മീയ വഴികളിലൂടെ കടന്നു പോകുന്ന മറിയം ത്രേസ്യ എന്ന പെൺകുട്ടിക്ക് ആത്മീയ പിതാവായി മാറിയ ജോസഫ് വിധേയത്തിലച്ഛൻ അവരുടെ ആത്മീയ വഴികളിലെ അപൂർവതകൾ തിരിച്ചറിഞ്ഞു. 1902 ബഹുമാനപ്പെട്ട വിധേയത്തിലച്ഛൻ പുത്തഞ്ചേര പള്ളിയിൽ കുമ്പസാരിപ്പിക്കാൻ വന്നതാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടാൻ ഇടവരുത്തിയത്. ദൈവം അറിയുന്നത് പോലെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഗുരുവിനെ ലഭിക്കാൻ 7 വർഷങ്ങളായി ത്രേസ്യ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരുടെ പ്രാർത്ഥന ശ്രമിച്ച ദൈവം ബഹുമാനപ്പെട്ട വിധേയത്തിലച്ഛനിലൂടെ ആത്മഗുരുവിനെ നൽകി. മരണത്തിന്റെ തീരം തൊടുന്നതുവരെ അവരുടെ കൈ പിടിച്ചു നടത്തിയ ഈ ആത്മഗുരു സ്വർഗകവാടത്തിൽ അവിടെ എത്തിച്ച് ആത്മപിതാവിന്റെ കടമ പൂർത്തിയാക്കി. വിധേയത്തിലച്ഛന്റെ കൃത്യമായ ആധ്യാത്മിക നിയന്ത്രണത്തിലൂടെ ത്രേസ്യ വിശുദ്ധിയിലേക്ക് ഈക്കൊണ്ടിരുന്നുവെന്ന് നാട്ടുകാർ സാക്ഷിക്കുന്നു. 1926 മറിയം ത്രേസ്യയുടെ മരണം വരെയും അതിനുശേഷം ഈ സന്യാസ സഭയ്ക്കും അനേക വർഷങ്ങൾ അച്ഛൻ തന്നെ ആധ്യാത്മിക പരിശീലനം നൽകി. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും വിധേയത്തിലച്ഛനെ പിതാവേ എന്നാണ് വിളിക്കുക. ഇടവക വൈദികരുടെയിൽ അക്കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു രീതിയാണ് അച്ഛൻ അവലംബിച്ചത്. മറിയം ത്രേസ്യയ്ക്കും മറ്റു സിസ്റ്റേഴ്സിനും സ്ഥിരമായ ഒരാധ്യാത്മിക പരിശീലനം നൽകുക എന്നുള്ളത് ഒരു പുതുമയായിരുന്നു. അതുകൊണ്ട് തന്നെ ആധ്യാത്മിക പരിശീലന മേഖലയിൽ അച്ഛൻ ഒരു പുതിയ പാത വെട്ടിത്തുറന്നു. അതുകൊണ്ട് അച്ഛന്റെ സംഭാവന മറ്റു വൈദികരുടെ ഇടയിൽ ഇന്നും ഒരു വെല്ലുവിളിയായി നിൽക്കുന്നു. ഒരു വികാരി അച്ഛൻ എങ്ങനെ തന്നെ ജനത്തെ വിശ്വാസ പരിശീലനം നൽകി നിത്യതയുടെ കര കാണിക്കണമെന്ന പാഠം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തുറന്നു നോക്കാനുള്ള പുസ്തകമാണ് വിധേയത്തിലച്ഛൻ. ജയ് ക്രൈസ്റ്റ്.